ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലേണിംഗ്. ഇറ്റ്സ് മീ ആനസുദ്ദീൻ സാർ. എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കാര്യമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് അല്ലേ. ഓരോ ചാപ്റ്റേഴ്സും അത്ര ഇമ്പോർട്ടൻസോടെ നമുക്ക് പഠിക്കാൻ സാധിക്കും ചാപ്റ്റർ വൈസ് വെയിറ്റേജിലാണെങ്കിൽ. ഇവിടെ വെക്കാം. ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് വരികയാണ്, ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ്. നിങ്ങൾക്കറിയാം, ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, ചെറിയൊരു ചാപ്റ്റർ ആണ് ഈ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എങ്കിലും ചെറുതാണെങ്കിലും ഇതിനകത്ത് ഒരു 4 to 5 കേട്ടോ, 4 to 5 കേട്ടോ. വെയിറ്റേജ് അങ്ങോട്ടും വേരി ചെയ്ത് വരാൻ കേട്ടോ. ചിലപ്പോൾ അങ്ങോട്ട് ചിലപ്പോൾ ചെറിയ 1 മാർക്കാണ് കൂടാം, 1 മാർക്ക് വേണമെങ്കിൽ കുറയും കേട്ടോ. അപ്പോൾ വെക്കാം, ഒരു 4 to 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്താ ഈ പറഞ്ഞ ചാപ്റ്ററാണ് ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, തിയറി മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ചാപ്റ്റർ ഡേറ്റ റെപ്രസെന്റേഷൻ ആൻഡ് ബൂളിയൻ ആൽജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം, ഡേറ്റ റെപ്രസെന്റേഷൻ അവിടെ നമ്പർ സിസ്റ്റം പഠിക്കാനുണ്ട്, ബൂളിയൻ ആൽജിബ്ര സെക്ഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ എല്ലാ മക്കൾ എന്താണ് നമുക്കൊരു 9 to 10 കേട്ടോ, 9 to 10 പ്രതീക്ഷ കേട്ടോ. നല്ല വെയിറ്റേജ് ചോദിക്കാറുണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന്. അതായത് നമ്മൾ 1 മാർക്ക് ചോദിക്കാറുണ്ട്, 2 മാർക്ക് ചോദിക്കാറുണ്ട്, 3 മാർക്ക് ചോദിക്കാറുണ്ട്, 5 മാർക്കും ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് അത്രയധികം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കൾ എന്ത് ഈ പറഞ്ഞ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞ തരികട ഫുള്ള് തിയറിയാണ്. അന്യ ലെവലിൽ ചോദിക്കാറുണ്ട്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ചോദിക്കട്ടോ. അതുകൊണ്ട് അതിനകത്ത് 2 പാർട്ടുണ്ട്, ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ ഹാർഡ്വെയറിൽ നിന്നും സോഫ്റ്റ്വെയറിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിരിക്കും കേട്ടോ. ഒരു മാറ്റമില്ല, ഹാർഡ്വെയറിൽ നിന്നും സോഫ്റ്റ്വെയറിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിരിക്കും, മാറ്റമില്ല. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അൽഗോരിതംസ് ഫ്ലോ ചാർട്ടുകളാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് 5 മാർക്ക്, 5 to 6 മാർക്കാണ് വരാറുണ്ട്, 5 to 6 മാർക്ക് വരെ വരാറുണ്ട്. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു C+ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആകെ ഒറ്റ ടോപ്പിക്കുകൾ ടോക്കൺസ് അല്ലേ. അതുകൊണ്ട് തന്നെ ഒറ്റ 3 മാർക്ക് സെക്ഷൻസ് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റേഴ്സ് ഈ ജയിറ്റേജ് പറഞ്ഞ ചാപ്റ്റേഴ്സുകൾ പഠിക്കണ്ടെന്നല്ല കേട്ടോ. നിങ്ങൾ ഒരു 3 മാർക്ക് പോവുകയാണെങ്കിൽ അവിടെ A+ പോകാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ A+ പോകാനോ B+ പോകാനോ A പോകാനോ പിന്നെ C+ പോകാനോ C പോകാനോ D+ പോകാനോ D പോകാനോ പിന്നെ തോക്കാനോ എന്ത് മതി മക്കളെ, ഈ 3 മാർക്കൊക്കെ മതി കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചാപ്റ്റേഴ്സുകൾ മിസ്സാക്കില്ല. വെയിറ്റേജ് ഒരിക്കലും നിങ്ങൾ ചാപ്റ്റേഴ്സ് മിസ്സാക്കാനല്ല പറയുന്നത്. ചാപ്റ്റേഴ്സുകൾ അത്രത്തോളം കാര്യമായിട്ട് പഠിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ചില ചാപ്റ്റേഴ്സിന് കണ്ടൻസുകൾ കൂടുതലാണ്, കണ്ടൻസർ കൂടുതലുള്ള ചാപ്റ്റേഴ്സാണ് വെയിറ്റേജ് വളരെ കൂടുതൽ കേട്ടോ. ഇത് ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞാൽ കുറച്ച് വലിയ ചാപ്റ്റർ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 7 മാർക്ക് ചോദിക്കുക. 7 to 8 കൂട്ടിക്കോ, 7 to 8 കൂട്ടിക്കോ കേട്ടോ. ഇത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ 8 മാർക്കാണ് ചോദിക്കുന്നത്, 8 മാർക്കാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് അത് കൂടുതൽ വരാറില്ല, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് കൂടുതൽ വരാറില്ല. നെക്സ്റ്റ് അറേസ്, അത് മിക്ക കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് 5 മാർക്ക് സെക്ഷനിൽ വരാറുണ്ട്, മസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അറേസ് ആണെങ്കിൽ മക്കൾ 6 മാർക്കാണ് വരാറുള്ളത്. നമ്മുടെ അതിനകത്തൊരു അൽഗോരിതം മസ്റ്റായിട്ട് ചോദിക്കും. സെലക്ട് സോർട്ട്, ബബിൾ സോർട്ട്, ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച്, അതിനകത്തൊരു അൽഗോരിതം മസ്റ്റായിട്ട് ചോദിക്കും. നെക്സ്റ്റ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് IO ഫംഗ്ഷൻസ്, ഒരു കുഞ്ഞ് ചാപ്റ്റർ ആണ്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു C+ പ്രോഗ്രാം കൂട്ടി തന്നെ, അതുകൊണ്ട് കണ്ടന്റ് വളരെ കുറവാണ്. സോ 3 മാർക്ക് ചോദിക്കും കേട്ടോ. നെക്സ്റ്റ് നോക്കാം, അതിനകത്ത് സ്ട്രീം ഫംഗ്ഷൻസിന് സ്ട്രീം ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. നെക്സ്റ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഫംഗ്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഫംഗ്ഷൻസ് 7 മാർക്ക് ചോദിക്കാനുണ്ടോ. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. 2 സെക്ഷൻസ് ആണ് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ വലിയൊരു ചാപ്റ്റർ ആണ്. സോ 8 മാർക്ക്, 8 to 9 to 10 കേട്ടോ. 8 to 10 മാർക്ക് കൂട്ടിക്കോ, 8 to 10 മാർക്ക് കൂട്ടിക്കോ, നല്ല ക്വസ്റ്റ്യൻസ് വരും. നെക്സ്റ്റ് ഇന്റർനെറ്റ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചാപ്റ്റർ ആണ്, പക്ഷേ അതിനകത്ത് 5 മാർക്കേ വരുന്നുള്ളൂ കേട്ടോ. അതിനകത്ത് ഇന്റർനെറ്റിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറ് കേട്ടോ. മെജോറിറ്റി കഴിഞ്ഞ കൊല്ലം വന്നത് മൊബൈൽ കമ്പ്യൂട്ടിംഗിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, ഇന്റർനെറ്റിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. അപ്പൊ ഇന്റർനെറ്റ് കുറച്ചൊന്ന് ഒരു ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മൊബൈൽ കമ്പ്യൂട്ടിംഗ് പഠിക്കേണ്ട എന്നല്ല പറയുന്നത്. മൊബൈൽ കമ്പ്യൂട്ടിംഗ് ടോപ്പിക്ക് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം 5 മാർക്ക് നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, ഇന്റർനെറ്റാണ് ടോപ്പിക്കകത്ത് കൂടുതൽ കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റേഴ്സും അതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. നോക്കുക നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ ചാപ്റ്റേഴ്സ് വെയിറ്റേജ് ഒരിക്കലും നിങ്ങൾ ചാപ്റ്റേഴ്സുകൾ പഠിക്കേണ്ടെന്നല്ല, നിങ്ങൾ കുറച്ച് കണ്ടൻസുകൾ കൂടുതലുള്ള ചാപ്റ്റേഴ്സിനാണെന്നാണ് ഈ വെയിറ്റേജ് കൂടുതലെന്ന് പറഞ്ഞാൽ. അത് എക്സെപ്ഷണൽ കേസ് ഇന്റർനെറ്റ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് മാത്രമേ ഉള്ളൂ കണ്ടൻസ് കൂടുതലായിട്ട് വെയിറ്റേജ് കുറവുള്ളൂ കേട്ടോ. അപ്പൊ ആ ചാപ്റ്റേഴ്സുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് കേസ്, ബൈ.